യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാനിൽ ഈശോ മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന്. ഒരിക്കൽ ഈശോ പിതാവിനോട് അപേക്ഷിച്ചു, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവ് മറുപടി നൽകി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഞാൻ മഹത്വപ്പെടുത്തും. തവറ് മലവരിച്ച് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ എന്ന്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തരാൻ. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പരസ്യ ജീവിതകാലങ്ങളിൽ ഈശോ ഒരുങ്ങുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്വരമുണ്ടായിരുന്നു, അവിടുത്തെ ധൈര്യപ്പെടുത്തി, അവിടുത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. എന്നാൽ ആ പീഡാനുഭവത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ പിതാവും മൗനം പാലിക്കുകയാണ്, ഒരക്ഷരം പോലും വേണ്ടിയില്ല. ഈശോ ചെയ്തത് അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ച് ദൗത്യം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പിതാവ് ദൈവം പല ദൗത്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കി, അവിടുന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നു. എന്നാൽ ആ ദൗത്യ നിർവഹണത്തിൻ്റെ പീഡാനുഭവ നിമിഷങ്ങളിൽ സഹനത്തിൻ്റെ കാസ കുടിക്കുമ്പോൾ ചിലപ്പോൾ പിതാവ് മൗനം പാലിക്കാം. നമ്മൾ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം ഉത്തരം നൽകാത്ത ഒരു അനുഭവം നമുക്കുണ്ടാകാം. വിശ്വാസം പലപ്പോഴും പലരും കൈവെടിയുന്നു, ദൈവത്തെ തള്ളിപ്പറയുന്നു. നാം അങ്ങനെ ചെയ്യാതെ നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. നാം അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും പുത്രിയുമായി മാറും. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.